വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ നേരെ അവിടുന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അത്യാവശ്യം നന്നായിട്ട് മടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഉമ്മ പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഞ്ചിനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നാൽ റെഡി ആക്കണമല്ലോ. അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ സത്യമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു പപ്പായ റെസിപ്പീസ് ആയിരുന്നു കേട്ടോ. പപ്പായ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉപ്പേരി റെഡിയാക്കിയിട്ടുള്ളത് അത് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാക്കുന്ന ധൃതിയിലാണ്. ഉള്ളി പൊളിക്കുന്നു, അതേപോലെ തന്നെ കറിവേപ്പിലേക്ക് എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ താത്തപ്പോൾ വന്നിട്ട് ഇതേ കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ അത്യാവശ്യം മടി പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഏകദേശം 10:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്യാബേജ് പോലെ നമ്മൾ പപ്പായ റെഡിയാക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് ചെറുതായി ടൈമിലൊന്ന് ഒരതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഖം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കിച്ചണിൽ നിന്ന് ലഞ്ച് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ ഇതേ ഒരാൾ തേങ്ങ ചിരകുന്നു, വേറൊരാൾ ഇതേ ഉപ്പേരി ഇവിടെ റെഡിയാക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള കടുകൊക്കെ ഒന്ന് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലേക്ക്. അതിന് ശേഷം ഇത് ഈ ഒരു തേങ്ങയും മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജീരകം ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കിയ ലഞ്ചിൽ. അപ്പോൾ ഇതേ നമ്മൾ അതിലേക്ക് ഈ ഒരു ആവശ്യമായിട്ടുള്ള പപ്പായ ഗ്രൈൻഡ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുക്കിംഗ് വ്ളോഗ് അല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറേ സമയം ഇരുന്നിട്ട് അടുക്കളയിൽ തന്നെയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ വേറെ 2 അംഗങ്ങളാണ് കേട്ടോ. ഓല് എന്തൊക്കെയോ കൊത്തി തിന്ന് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പുതിയ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഷോക്സൊക്കെ ഒന്ന് തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കാൻ ചെയ്തത്. മീനാണെങ്കിൽ എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് മുറിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ സമയമായിരുന്നു അവിടെ നോക്കിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ മീൻ ഇത് കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ഡ്രസ്സൊന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും താത്ത അവിടെ ഉപ്പേരി റെഡിയാക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടു. അപ്പോൾ അത് ഞാൻ ഈ ഒരു തുടക്കുന്ന ഷോട്ടൊക്കെ എടുത്തിട്ടുള്ളത് എൻ്റെ അനിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനത് ഇഷ്ടമില്ലാണ്ട് ആർക്കോ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതാണ് കേട്ടോ വലിയൊരു വൃത്തിക്കൊന്നും എടുക്കാത്തത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ പാത്രം കഴുകുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ മൊത്തം പാത്രങ്ങൾ അവിടെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ താത്ത അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇത് തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയലിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചു കയറിയ സമയത്താണ് കണ്ടത് നമ്മുടെ തുടച്ച സമയത്താണ് കണ്ടത് നമ്മുടെ ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൊടുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനത് ഒക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് കയറി. അപ്പോൾ മൊത്തം ഒന്ന് ഡള്ളായിട്ട് ഇരിക്കില്ലേ സ്കിന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് പാക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള ഫേസ് പാക്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മീൻ പൊരിക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. മീൻ മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പൊരിച്ചെടുത്തു. പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ അതേ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ലഞ്ച് തന്നെ ആയിരുന്നു. നമ്മൾ റെഡിയാക്കിയോണ്ട് പറയല്ല, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. സുവോളജിയാണ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.